ബോസ് ഐൻസ്റ്റൈൻ ഗ്യാസ് ഡീജനറേഷൻ അതിനെപ്പറ്റി ഞാനൊരു പോസ്റ്റിംഗ് ഇട്ടിരുന്നു. അന്ന് ഉപയോഗിച്ച ഫോർമുല ഡിറൈവ് ചെയ്തിരുന്നില്ല. അപ്പം അത് ഡിറൈവ് ചെയ്യുകയാണ് ഈ പോസ്റ്റിംഗ്. ഇവിടെ നമ്മൾ ഗാമ ഫങ്ഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം ഗാമ ഫങ്ഷൻ നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓടിച്ച് ഈ പോസ്റ്റിങ്ങിൽ പറയും. റിയൽ ഗ്യാസസ് പൊതുവെ നമുക്കറിയാം, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ ഉപയോഗിച്ച് എല്ലാം ഡിസ്കസ് ചെയ്യാം. എങ്കിലും ലൈറ്റസ്റ്റ് ഗ്യാസ്, റിയൽ ഗ്യാസസിലെ ലൈറ്റസ്റ്റ് ഗ്യാസ് ഹൈഡ്രജൻ, മോളിക്യുലർ ഹൈഡ്രജൻ ഗ്യാസ് ബോസ് ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ആ BE സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലോ ഉപയോഗിച്ച് നമ്മുടെ എനർജിക്ക് ഒരു റിലേഷൻ ഫോം ചെയ്യുന്നു. അതാണ് ഇന്ന് ചെയ്യുന്നത്. എന്നിട്ട് ഡീജനറേഷനും കണ്ടൻസേഷനും ഒക്കെ അതിൻ്റെ ചുവട് പിടിച്ച് നടത്തും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റിംഗ് കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഫെർമി ഡിറാക് സിസ്റ്റത്തിലോട്ട് കടക്കും. ഇന്നത്തെ ഡെറിവേഷനിൽ ഉപയോഗിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ ടൂള് ആദ്യം ചർച്ച ചെയ്യണം. ഗാമ ഫങ്ഷനാണ്. ഗാമ ഫങ്ഷനും പൈ ഫങ്ഷനും ഒക്കെ സ്പെഷ്യൽ ഫങ്ഷനകത്ത് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലുണ്ട്. സ്പെഷ്യൽ ഫങ്ഷൻ്റെ എയ്ലർ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈ ഗാമ ഫങ്ഷനായിട്ട് അങ്ങ് ഡിഫൈൻ ചെയ്യുക. ഗാമ ഓഫ് n ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to infinity x raised to n minus 1 e raised to minus x dx. ഇവിടെ n ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതിനൊരു റെക്കർഷൻ ഫോർമുലയുണ്ട്. ഇത് ഞാൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. n ഇൻറ്റു ഗാമ n ഈക്വൽസ് ഗാമ n പ്ലസ് 1. ഇതുപോലെ ഗാമ ഓഫ് ഹാഫ് ഈസ് റൂട്ട് പൈ. ഇതെല്ലാം ഞാൻ ആ പോസ്റ്റിങ്ങിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോസ് ഐൻസ്റ്റൈൻ ഗ്യാസിൽ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട ഫോർമുലയിൽ ഇടയ്ക്ക് സ്റ്റെപ്പായിട്ട് വരുന്ന ഒന്ന് രണ്ട് ഇൻ്റഗ്രൽ ഫോംസ് ഉണ്ട്. അത് ഗാമ ഫങ്ഷൻ വെച്ച് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നെന്ന് അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു ഹാഫ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് 0 to infinity. ഇത് നമുക്ക് വരുന്ന ടേമാണ്. ഇത് തന്നെ ഇങ്ങനെ എഴുതാം. എക്സ് റേസ് ടു ഹാഫ് എന്നുള്ള 3/2 മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇത് ഗാമ ഓഫ് 3/2 ആണ്. ഗാമ n എന്ന് പറയുമ്പോൾ n മൈനസ് 1. അപ്പോൾ ഇവിടെ 3/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ ഗാമ ഓഫ് 3/2. ഇനി ആ റെക്കർഷൻ ഫോർമുല ഉപയോഗിക്കാം. n ഇൻറ്റു ഗാമ n എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഗാമ ഓഫ് ഹാഫ്. അതാണല്ലോ ഗാമ ഓഫ് n പ്ലസ് 1 ഓർ ഹാഫ് പ്ലസ് 1, ദറ്റ് ഈസ് 3/2. ദറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഗാമ ഓഫ് ഹാഫ് ഈസ് റൂട്ട് പൈ ഈക്വൽസ് റൂട്ട് ഓഫ് 3/2. ഗാമ ഓഫ് 3/2. ഗാമ ഓഫ് 3/2 എന്ന് പറയുമ്പോൾ ഈ ഇൻ്റഗ്രലാണ്. ചുരുക്കത്തിൽ ഇൻ്റഗ്രൽ 0 to infinity ഓഫ് എക്സ് റേസ് ടു ഹാഫ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് റൂട്ട് പൈ ബൈ 2. ഇത് ഉപയോഗിച്ച് ഈ ഇൻ്റഗ്രൽ നോക്കാം. ഇൻ്റഗ്രൽ 0 to infinity ഓഫ് എക്സ് റേസ് ടു ഹാഫ് ഇ റേസ് ടു മൈനസ് 2x dx. ഇത് നമുക്ക് ഇപ്പോൾ വരുന്ന സ്റ്റെപ്പാണ്. ഇവിടെ 2x ഈക്വൽസ് y എന്ന് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ x ഈക്വൽസ് y ബൈ 2, dx ഈക്വൽസ് dy ബൈ 2. ഇതിങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു ഹാഫ് ഇ റേസ് ടു മൈനസ് 2x dx ഈക്വൽസ് ഇൻ്റഗ്രൽ 0 to infinity ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് y ബൈ 2 റേസ് ടു ഹാഫ് ഇൻറ്റു ഇ റേസ് ടു ഇതിപ്പോൾ മൈനസ് y ഇൻറ്റു ഡി എക്സിന് വരെ dy ബൈ 2. ദറ്റ് ഈസ് ഇത് 2 റൂട്ട് ഓഫ് 2 ആണ്. അപ്പോൾ 2 1/2 ഇൻറ്റു 1/√2 പുറത്തേക്ക്. അപ്പോൾ 1/2√2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity ഓഫ് y റേസ് ടു ഹാഫ്
e⁻y dy. ഇത് ഗാമ ഫംഗ്ഷൻ്റെ നമ്മളിപ്പോൾ കണ്ടതാണ്. ഇതിൻ്റെ റിസൾട്ട് √π/2 ആണ്. അപ്പോൾ ഇത് ഡമ്മി വേരിയബിളായിട്ട് വരുന്നതാണ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രല്ല. അപ്പോൾ വേരിയബിൾ ആയാലും പ്രശ്നമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ആൻസർ 1/2 √2 ഇൻറ്റു √π/2. ദറ്റ് ഈസ് √π/2 ഇൻറ്റു 1/2 √2 എന്ന് പറഞ്ഞാൽ 2⁻³ അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ വരും. Another one, integral 0 to infinity of x⁻½ into e⁻³ dx. ഇവിടെ 3x equals y എന്നെടുക്കുക, or x equals y/3 and dx equals dy/3. ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ x⁻½ e⁻³ dx എന്നുള്ള ഇപ്പോൾ 1/3√3 പുറത്ത് ചാടും ഇൻറ്റു ഇൻ്റഗ്രൽ 0 to infinity of y⁻½ e⁻y dy. ഇതിൻ്റെ ആൻസർ √π/2 ആണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ ആൻസർ 1/3√3 ഇൻറ്റു √π/2 or √π/2 ഇൻറ്റു 3√3/2. ഇതുപോലെ ഇവിടെ ഹയർ ടേംസ് വരും. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ബോസ് ഐൻസ്റ്റൈൻ ഗ്യാസിൻ്റെ 2 ഫോർമുല ഡിറൈവ് ചെയ്യുന്നു. നമുക്കറിയാം ബോസ് ഐൻസ്റ്റൈൻ ഡിസ്ട്രിബ്യൂഷൻ ഫോർമുല Ni equals gi/e⁴ plus beta epsilon I minus 1. ഇക്വേഷൻ 1. ആൽഫയും ബീറ്റയും നമുക്കറിയാം ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ -μ/kT, ബീറ്റ ഈസ് 1/kT. mu is the chemical potential. ഇനി number of particle or number of eigenstates GPdP in the momentum range P to P plus dP. ഇത് ഞാൻ നേരത്തെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ കാണും. GPdP equals GS into 4πV/h³ p² dP. where V is the volume of the container, GS is the spin degeneracy. GS equals 2s plus 1. S is the spin quantum number. ലോവസ്റ്റ് സ്റ്റേറ്റ് എടുത്താൽ എസിൻ്റെ ലോവസ്റ്റ് വാല്യൂസ് ബോസോൺസ് എന്ന് പറയുമ്പോൾ S0 ആൻഡ് ഇൻറ്റീജേഴ്സാണ്. അതിപ്പോൾ ലോവസ്റ്റ് വാല്യൂ എടുത്താൽ ഫോർ S equals 0, GS equals 2 into 0 plus 1 or GS equals 1. അപ്പോൾ ഈ GSൻ്റെ സ്ഥാനത്ത് നമുക്ക് 1 എന്ന് കൊടുക്കാം. എങ്കിൽ GPdP equals 4πV/4 ഇവിടെ 4πയേ ഉള്ളൂ, 4πV/h³ into p² dP. Equation number 2. For a perfect gas, particles are non-interacting. അപ്പോൾ എനർജി സിംപിളി ട്രാൻസ്ലേഷണൽ കൈനറ്റിക്കാണ്. അപ്പോൾ എപ്സിലോൺ ഈക്വൽസ് എനർജി of a molecule epsilon equals p²/2m or P equals √2m. എങ്കിൽ ഡി എപ്സിലോൺ എന്ന് പറയുമ്പോൾ എപ്സിലോൺ ഈസ് p²/2m. അപ്പോൾ ഡി എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 1/2m into 2p/dp. This is p/m into dp. Therefore dP equals m d epsilon by p. It is m by p is √2m epsilon into d epsilon. or ഈ m രണ്ടും കൂടെ സിംപ്ലിഫൈ അപ്പോൾ √m/2 epsilon into d epsilon. ഇതെടുത്ത ഇക്വേഷൻ 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് GPdP. അവിടെ പി ആയിരുന്നു വേരിയബിൾ, ഇപ്പോൾ നമുക്ക് അത് എനർജിയിലേക്ക് കൊണ്ടുവന്നു. അപ്പം G epsilon d epsilon ഈക്വൽസ് 4πV/h³ ഇൻറ്റു p² dP എന്നാണ്. 2m epsilon into √m/2 epsilon into d epsilon. Equation number 3. A number of particles in the momentum range P to P plus dP. dnP.
എന്ന് പറഞ്ഞാൽ ജി ബൈ ഇ റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ മൈനസ് വൺ എന്നാണല്ലോ. ജിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ജി പി ഡി പി ബൈ ഇ റേസ് ടു ആൽഫ പ്ലസ് ബീറ്റ എപ്സിലോൺ ഐ മൈനസ് വൺ, വേർ ബീറ്റ ഈക്വൽസ് 1/kT. അപ്പോൾ ഇത് എനർജി ചേഞ്ചിങ് ടു എനർജി റേഞ്ച്, എനർജി റേഞ്ചിലോട്ട് മാറ്റി നമുക്ക് എഴുതാം. ഡി എൻ എപ്സിലോൺ ഈക്വൽസ് ഈ ജി പി ഡി പിയുടെ സ്ഥാനത്ത് ജി എപ്സിലോൺ ഡി എപ്സിലോൺ എന്ന് കൊടുക്കുക ബൈ ഇ റേസ് ടു ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ കെ ടി മൈനസ് വൺ. ഇതെടുത്ത ഈ എനർജി ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ജി എപ്സിലോൺ ഡി എപ്സിലോൺ ഇതെടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നത് ഡി എൻ എപ്സിലോൺ ഈക്വൽസ് ജി എപ്സിലോൺ ഡി എപ്സിലോൺ ഈ വാല്യൂ എടുത്ത് ഇതെടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് ഡി എൻ എപ്സിലോൺ ഈക്വൽസ് 4πv/h³ 2m എപ്സിലോൺ ഇൻറ്റു m/2 എപ്സിലോൺ റേസ് ടു ഹാഫ് അല്ല റൂട്ട് റേസ് ടു ഹാഫ് ഇൻറ്റു ഡി എപ്സിലോൺ ബൈ ഇ റേസ് ടു ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ കെ ടി മൈനസ് വൺ, ഓർ ദിസ് ഈസ് 4πmv/h³. ഇവിടെ 2m റേസ് ടു ഹാഫ്, സോറി ഇവിടെ എം മാറ്റിയിട്ടുണ്ട്. ഈ 2ഉം കൂടെ √2 ആവും. ഇവിടെ എം ഉണ്ട്. അപ്പോൾ √2m അല്ലെ 2m റേസ് ടു ഹാഫ് ഇൻറ്റു എപ്സിലോൺ റേസ് ടു ഹാഫ്. ഈ എപ്സിലോൺ ഈ റൂട്ട് എപ്സിലോണും കൂടെ ക്യാൻസൽ ചെയ്യും. എപ്സിലോൺ റേസ് ടു ഹാഫ് ഡി എപ്സിലോൺ ബൈ ഇ റേസ് ടു ആൽഫ പ്ലസ് എപ്സിലോൺ ബൈ കെ ടി മൈനസ് വൺ. Let it be equation number 4. Now put epsilon by kt equals x, from which epsilon equals kt into x, and d epsilon equals kt into dx. Equation now 4 becomes, ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ 4 becomes dn epsilon equals 4πmv/h³ into 2m raised to half into kt x raised to half into kt dx by e raised to alpha plus x minus 1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2/√π into v/h³ into ഇത് ഇങ്ങനെ മോഡിഫൈ ചെയ്താൽ 2πmkt raised to 3/2 into x raised to half dx by e raised to alpha plus x minus 1. ഇനി ക്വാണ്ടം ലെവല് ഗ്യാസ് ആയതുകൊണ്ട് നമ്മൾ ക്ലോസ്ലി സ്പേസ്ഡ് എനർജി ലെവൽസ് കൺസിഡർ ചെയ്യാവുന്ന ടോട്ടൽ നമ്പർ കാണാൻ സിഗ്മയ്ക്ക് പകരം നമുക്ക് ഇൻ്റഗ്രൽ എടുക്കാം. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n equals integral 0 to infinity energy range 0 to infinity of dn epsilon. ആ ഡി എൻ അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ദറ്റ് ഈസ് 2v by √π h³ into 2πmkt raised to 3/2 integral 0 to infinity of x raised to half dx by e raised to alpha plus x minus 1. That is n equals v/h³ into v/h³ into 2πmkt raised to 3/2 into f1 of alpha എന്ന് കൊടുക്കുന്ന ഇക്വേഷൻ y, where f1 equals 2/√π into integral 0 to infinity of x raised to half dx by e raised to alpha plus x minus 1. That is the question. In total translational energy of the n molecules കാണാൻ ഒരു മോളിക്യൂളിൻ്റെ എനർജി എപ്സിലോൺ, അപ്പോൾ ഡി എൻ മോളിക്യൂളിൻ്റെ എനർജി ഡി എപ്സിലോൺ ഇൻറ്റു ഡി എൻ എങ്കിൽ ടോട്ടൽ എനർജി 0 to infinity എപ്സിലോൺ ഡി എൻ ഈക്വൽസ് 0 to infinity ഓഫ് എപ്സിലോൺ ഈസ് കെ ടി എക്സ്. മുമ്പ് നമ്മൾ ഉപയോഗിച്ചതാണ് കെ ടി എക്സ്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ് കെ ടി എക്സ് ഇൻറ്റു ഡി എൻ ഈക്വൽസ് ഡി എന്നിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് v/h³ ഇൻറ്റു 2πmkt raised to 3/2 ഇൻറ്റു kt ഇൻറ്റു 2/√π ഇൻറ്റു ഇൻറ്റഗ്രൽ
എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു ഹാഫ്. നേരത്തെ എക്സ് റേസ് ടു ഹാഫ് ഉണ്ട്. ഇപ്പോൾ ഈ എക്സും കൂടെ വരുമ്പോൾ എക്സ് റേസ് 3/2 ഡി എക്സ് ബൈ ഇ റേസ് ടു ആൽഫ പ്ലസ് എക്സ് മൈനസ് 1. ഇത് ഒന്ന് റീ അറേഞ്ച് ചെയ്യുന്നു. ഇവിടെ 3/2 ഒന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ 2/3 ഇവിടെ ഇതിൻ്റെ കൂടെ കൊടുക്കുക, 2/3. അപ്പോൾ കിട്ടുന്നത് 3/2 ഇൻറ്റു വി ബൈ എച്ച് ക്യൂബ് ഇൻറ്റു 2πm KT റേസ് 3/2 ഇൻറ്റു KT ഇൻറ്റു F2 ഓഫ് ആൽഫ എന്ന് കൊടുക്കും. വേറെ F2 ആൽഫ ഈക്വൽസ് 4/3. നമ്മളിവിടുത്തെ 3/2 ഇവിടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി 2/3 ഇവിടെ കൊടുക്കുന്നു. ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. അപ്പോൾ 4 ആകും. 4/3 റൂട്ട് പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഓഫ് എക്സ് റേസ് 3/2 ഡി എക്സ് ബൈ ഇ റേസ് ടു ആൽഫ പ്ലസ് എക്സ് മൈനസ് 1. അപ്പോൾ അത്ര അത് ആയി. ഇനി അപ്പോൾ ചുരുക്കത്തിൽ ഇനിയിപ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ രണ്ട് റിസൾട്ട്. ഒന്ന് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനുള്ള എക്സ്പ്രഷൻ കിട്ടി. N ഈക്വൽസ് വി ബൈ എച്ച് ക്യൂബ് ഇൻറ്റു 2πm KT റേസ് 3/2 ഇൻറ്റു F1 ഓഫ് ആൽഫ. ടോട്ടൽ എനർജി E ഈക്വൽസ് ഗ്യാസിൻ്റെ ടോട്ടൽ എനർജി എല്ലാ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ E ഈക്വൽസ് 3/2 ഇൻറ്റു വി ബൈ എച്ച് ക്യൂബ് ഇൻറ്റു 2πm KT റേസ് 3/2 KT F2 ആൽഫ. വേറെ F1 ആൽഫ ഈസ് 2/root pi into integral 0 to infinity of x raised to half dx by e raised to alpha plus x minus 1, and F2 alpha is 4/3 root pi. 4/3 root pi into integral 0 to infinity of x raised to 3/2 dx by e raised to alpha plus x minus 1. ഇനി ഇതിനകത്ത് F1 ആൽഫ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. F1 ആൽഫ എന്ന് പറഞ്ഞാൽ 2/root pi ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഓഫ് എക്സ് റേസ് ടു ഹാഫ് ഡി എക്സ് ബൈ ഇ റേസ് ടു ആൽഫ പ്ലസ് എക്സ് ഇ റേസ് ടു ആൽഫ ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് 1. ലെറ്റ് ഇ റേസ് ടു മൈനസ് ആൽഫ എന്നുള്ള എ എന്നിരിക്കട്ടെ. അപ്പോൾ F1 ആൽഫ ഈക്വൽസ് 2/root pi ഇൻറ്റു integral 0 to infinity of x raised to half dx into e raised to alpha into e raised to x എന്നുള്ള ഇപ്പോൾ e raised to minus alpha is a. അപ്പോൾ ഇത് e raised to x by a minus 1. That is 2/root pi into integral 0 to infinity of x raised to half into ഇതങ്ങനെ ന്യൂമറലിലൂടെ എടുക്കുക e raised to x by a minus 1 raised to minus 1 into dx. That is 2/root pi into integral 0 to infinity of x raised to half into ഇവിടെ 1 മൈനസ് നാക്കുക ഇ റേസ് ടു എക്സ് ബൈ എ ബ്രാക്കറ്റിന് വെളിയിലെടുക്കുക. അപ്പോൾ ഇ റേസ് ടു എക്സ് ബൈ എ ഇൻറ്റു 1 മൈനസ് എ ബൈ ഇ റേസ് ടു എക്സ് ദി ഹോൾ റേസ് ടു മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. ഇതിപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ബൈ എ റേസ് ടു മൈനസ് 1. അപ്പോൾ എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ അത് is F1 alpha equals 2/root pi into integral 0 to infinity of a x raised to half e raised to minus x into 1 minus a by a e raised to x. അപ്പോൾ a e raised to minus x the whole raised to minus 1 into dx. For a less than 1 ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 1 minus a e raised to minus x raised to minus 1 equals 1 plus a e raised to minus x plus a square e raised to minus 2x plus etc. higher terms വരും. Then F1 alpha equals 2/root pi into integral 0 to infinity of a x raised to half e raised to minus x into ഇതിൻ്റെ സ്ഥാനത്ത് 1 plus a e raised to minus x plus a square e raised to minus 2x plus etc. into dx. Or that is 2/root pi into ഇത് സ്പ്ലിറ്റ് ചെയ്യുക a into integral ഫസ്റ്റ് ടേം x raised to half e raised to minus x dx plus a square into integral x raised to minus half e raised to minus 2x
ഇത് രണ്ടും കൂടെ വരുമ്പോൾ 2x e raised to minus x into e raised to minus 2x into dx പ്ലസ് a ക്യൂബ് ഇൻറ്റു അപ്പോൾ e raised to minus 3x ആൻഡ് സോ ഓൺ. ഇങ്ങനെ അങ്ങോട്ട് ഹയർ ടേംസ് പോകും. ദാറ്റ് ഈസ് 2/√π ഇൻറ്റു എ ഇൻറ്റു ഇതിൻ്റെ ഇൻ്റർവെൽ ഇപ്പോൾ കണ്ടത് നമ്മൾ ആ ഗാമ ഫംഗ്ഷനിൽ √π/2 പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഇതിൻ്റെ കണ്ടതാ √π/2 ഇൻറ്റു 1/2 raised to 3/2 പ്ലസ് എ ക്യൂബ്. അടുത്തത് എ ക്യൂബ് ഇൻറ്റു √π/2 ഇൻറ്റു 1/3 raised to 3/2 പ്ലസ് എക്സെട്ര. ചുരുക്കത്തിൽ ഈ എ കോൺ ഫാക്ടറായിട്ട് √π/2 എല്ലാ ടൈമിലും വരുന്നുണ്ട്. അതെടുത്ത് ഇവിടെ ചേർക്കുമ്പം 1 വരും. പോയിട്ട് F1 ആൽഫ ഈക്വൽസ് എ പ്ലസ് എ സ്ക്വയർ ബൈ 2 raised to 3/2 പ്ലസ് എ ക്യൂബ് ബൈ 3 raised to 3/2 പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഇതുപോലെ F2 ആൽഫ നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഈ ഗാമ ഫംഗ്ഷൻ ഉപയോഗിച്ച് F2 ആൽഫ ഇതുപോലെ റിസൾട്ട് എടുക്കാം. എ പ്ലസ് എ സ്ക്വയർ ബൈ 2 raised to 5/2 പ്ലസ് എ ക്യൂബ് ബൈ 3 raised to 5/2 പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഇപ്പം നമുക്ക് സൊല്യൂഷൻസ് എന്നിൻ്റെ ഇയുടെയും റിസൾട്ട് ആയി. അപ്പോൾ ചുരുക്കത്തിൽ n ഈക്വൽസ് v/h ക്യൂബ് ഇൻറ്റു 2πmkt raised to 3/2 ഇൻറ്റു F1 ആൽഫ എന്നായിരുന്നു. F1 ആൽഫ കിട്ടി എ പ്ലസ് എ സ്ക്വയർ ബൈ 2 raised to 3/2 പ്ലസ് എ ക്യൂബ് ബൈ 3 raised to 3/2 പ്ലസ് എക്സെട്ര. ആൻഡ് ടോട്ടൽ എനർജി ഇ ഈക്വൽസ് 3/2 ഇൻറ്റു v/h ക്യൂബ് ഇൻറ്റു 2πmkt raised to 3/2 kt ഇൻറ്റു എ പ്ലസ് എ സ്ക്വയർ ബൈ 2 raised to 5/2 പ്ലസ് എ raised to 3 raised to 5/2 പ്ലസ് എക്സെട്ര. ഇനി ഈ റിസൾട്ട് വെച്ചുകൊണ്ട് നമുക്ക് പോസ്റ്റിങ്ങിൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഇതിൽ നിന്ന് നമുക്ക് ചില ഡീജനറസി അത് ഞാൻ പ്രത്യേക പോസ്റ്റിങ്ങിൽ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ റിസൾട്ട് ഉപയോഗിച്ച് ചർച്ചകൾ നടത്താം. പക്ഷേ ചില മാത്തമാറ്റിക്കൽ ബേസുകൾ തന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉടനെ വരും. അതുവരെ നമുക്ക് നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുക. താങ്ക് യു.